കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ന്യൂനപക്ഷമായ അഥവാ ഭൂരിപക്ഷം കിട്ടാത്ത UDF ഭൂരിപക്ഷമുള്ള അതേ വാർഡിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഇത്തരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ജനങ്ങളിൽ ഒരു വിഭാഗം കേന്ദ്രം അത് സംസ്ഥാന ഇടതുപക്ഷം ഭരിക്കും പോലെയല്ല, കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റവും അല്ലെങ്കിൽ മറ്റൊന്നെങ്കിലും ഉണ്ടാകണമെന്ന് കരുതിയിട്ട് കോൺഗ്രസ് അനുകൂലമായി UDF വോട്ട് ചെയ്തവരുണ്ട്, ചിലർ BJPക്ക് വോട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത്തരം മേഖലയിൽ ഞങ്ങളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തി സ്ഥായിയായ ഒരു വിരോധം ജനങ്ങൾക്ക് CPM-നോടില്ല. അത് ഞങ്ങൾ മാറ്റിയെടുക്കുക തന്നെ ചെയ്യും. അത് ശരിയല്ല, അത് വസ്തുതാപരമായി ശരിയല്ല. അവർ സ്വാധീനം വർദ്ധിപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. ഉദാഹരണത്തിന് ചിലയിടങ്ങളിൽ അവർ കാശ് തന്നെ കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തിന് സഹായം വേണമെങ്കിൽ അത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായും അത് ചെറിയൊരു കാര്യമല്ലല്ലോ. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഒരു ഭാഗത്ത് BJPയുടെ ഭൂരിപക്ഷ വർഗീയതയും മറുഭാഗത്ത് SDPI ജമായത്തെ ഇസ്ലാമിയുടെ ന്യൂനപക്ഷ വർഗീയതയും, ഇത് രണ്ടും ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ കലാപമുണ്ടാവും. കണ്ണൂരിൻ്റെ ഒരു പ്രത്യേകത, തലശ്ശേരി കലാപം നടക്കുന്ന 1970 ഒടുവിൽ 71 CPIM മാത്രമാണ് അതിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അന്നൊരു ആഹ്വാനം നടത്തി. സ്വജീവൻ കളഞ്ഞും മതസൗഹാർദ്ദം സംരക്ഷിക്കാൻ രംഗത്തിറങ്ങണം. അന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന ദേശാഭിമാനിയുടെ മുൻ പേജിൽ വന്നിട്ടുണ്ട്. പഴയ പത്രത്താളുകൾ വായിച്ചു നോക്കണം. ഒറ്റ പാർട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ഈ വർഗീയ ശക്തികൾ വളർന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ ഇടയുള്ള ആപത്ത് മറ്റെല്ലാറ്റിലും ഉപരി സമൂഹത്തെ വർഗീയമായി ചേരിതിരിക്കുന്നെടുക്കുകയാണ്. അത് ഞങ്ങൾ അനുവദിക്കില്ല. വർഗരാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുക. അതുകൊണ്ടാണ് പ്രതിനിധികൾ പറഞ്ഞത് തൊഴിലാളി വർഗ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കണം. എങ്ങനെയാണ് നവോത്ഥാന കാലത്ത് നിന്ന് ഈ കേരളം 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് രൂപീകരിക്കുന്നിടയ്ക്ക് എത്തിയത്? ആ നവോത്ഥാനത്തിലൂടെ കേരളത്തെ മാറ്റിമറിക്കാൻ പരിശ്രമിച്ച ആശയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് AKGയും EMSും കൃഷ്ണപ്പള്ളിയും അടക്കമുള്ളവർ എന്തു ചെയ്തു? വർഗരാഷ്ട്രീയമാണ് അവിടെ ഉയർത്തിപ്പിടിച്ചത്. ആ വർഗരാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതുകൊണ്ടാണ് കൃഷിക്കാരന് 6 അടി മണ്ണ് കിട്ടിയത്, തൊഴിലാളികൾക്ക് മിനിമം കൂലി കിട്ടിയത്, പഠിക്കാൻ കുട്ടികൾക്ക് അവകാശം കിട്ടിയത്. ഇത് തിരിച്ചറിയുന്ന ഒരു സമൂഹത്തെ നിങ്ങൾ ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കണം. നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. നിങ്ങൾ തൊഴിലാളികൾ, കൃഷിക്കാർ, അധ്വാനിക്കുന്നവർ ജാതിമത വർഗീയ ശക്തികളുടെ കൂടെ പോകരുത് എന്നാണ് ഞങ്ങൾ പറയുക, എന്നാണ് ഞങ്ങൾ പറയേണ്ടത്. രാഷ്ട്രീയ കാലാവസ്ഥ വിലയിരുത്തുന്ന പോലെ തന്നെ ഈ മത സാമുദായിക സംഘടനകളുടെ സ്വാധീനമൊക്കെ CPM കൃത്യമായ രീതിയിൽ വിലയിരുത്തുന്നതാണ്. ഈ മലയോര മേഖലയിൽ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്കിടയിൽ BJPയെ പോലുള്ള വലിയ ഒരു സ്വാധീനം അവർ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു ബോധപൂർവമായ ശ്രമം നടക്കുന്നത്. അതിനൊക്കെ ഏത് രീതിയിലാണ് CPM വിലയിരുത്തിയിട്ടുള്ളത്? അത് വലിയ അപകടം ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ കാസ 2019 രൂപം കൊണ്ട ഒരു സംഘടനയാണ്. അവർ പാലസ്തീൻ വിഷയത്തിൽ പറഞ്ഞതെന്താ? മുസ്ലിങ്ങളാണ് അവിടെ കുഴപ്പമുണ്ടാക്കുന്നത് എന്നാണ്. പാലസ്തീൻ പ്രശ്നം മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നമല്ല, മുസ്ലിം ജൂത പ്രശ്നമല്ല, ഒരു രാജ്യത്തിൻ്റെ ഭൂമിക്ക് വേണ്ടിയുള്ള പ്രശ്നമാണ്. 1948 ഐക്യരാഷ്ട്രസഭ കരാറുണ്ടാക്കുന്ന സമയത്ത് മാതൃരാജ്യമായ പാലസ്തീനാണ് ആദ്യം ഉണ്ടായത്. ആ പാലസ്തീനിലെ ഭൂപ്രദേശം 55% ഇസ്രയേലുകാർക്കും 45% പാലസ്തീൻകാർക്കും കൊടുത്തതിന് ശേഷവും അവശേഷിക്കുന്ന പാലസ്തീനിൻ്റെ ഭൂമിയിൽ കയ്യേറാൻ ഇസ്രയേലിന് എങ്ങനെയാണ് സാധിക്കുന്നത്? അമേരിക്കയുടെ പിന്തുണ കൊണ്ടല്ലേ. അതുകൊണ്ട് അത് സാമ്രാജ്യത്വ പിന്തുണയോടെ സയോണിസ്റ്റുകളുടെ പാലസ്തീൻ ഭൂപ്രദേശം പിടിച്ചെടുക്കുന്ന പ്രശ്നമാണ് എന്നതാണ് പറയേണ്ടത്. അതിന് പകരം കാസ പറയുന്നു അത് മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നമാണ്. അല്ല. നേരത്തെ യേശുവിൻ്റെ ആസ്ഥാനമായ ബത്ലഹേം, അവിടെ 80% ക്രിസ്ത്യാനികൾ, പിന്നീട് 12% കുറഞ്ഞത്
അവിടെയുള്ള ഭൂപ്രദേശം ഇസ്രയേൽ യുദ്ധത്തിലൂടെ വെട്ടിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ നിന്ന് ആളുകൾ കുറേ പോയി, അവിടെ നിന്നും ആളുകളെ കൊല്ലുകയും ചെയ്തു. അപ്പോൾ ഇതൊരു പാഠമാണ്. പിന്നെ പറയുന്നത് എന്താ പ്രശ്നം? കാസ പ്രചരിപ്പിക്കുന്നത് എന്താ? മുസ്ലിങ്ങൾ ലവ് ജിഹാദ് പോലെയുള്ള പരിപാടികളിലൂടെ നിർബന്ധിത മതപരിവർത്തനം നടത്തിക്കുന്നു. തളിപ്പറമ്പാണല്ലോ നമ്മൾ സംസാരിക്കുന്ന സ്ഥലം. നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഇവിടെ എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? മതപരിവർത്തനത്തിലൂടെ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന പ്രദേശത്ത് വ്യാപകമായി ലവ് ജിഹാദ് സംഘടിപ്പിക്കുന്ന എന്തെങ്കിലും പ്രശ്നം? അപ്പം ഇല്ലാത്ത ഒരു കരിമ്പൂച്ചിയെ ഇരുട്ടിൽ തപ്പാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത്? കാസ. അപ്പോൾ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഒരു ഭാഗത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ മറുഭാഗത്ത് കാസയും മുസ്ലിം വിരോധം ക്രിസ്തു മതവിശ്വാസികളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയാണ്. അപകടകരമാണ്.